അച്ഛന്മാരെ അപ്പൊ നമ്മള് കഴിഞ്ഞ പാർട്ടിയിൽ മലേഷ്യൻ ജോബിന്റെ അവിടെ നിന്നാണ് നിർത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ മലേഷ്യൻ ജോബിലോട്ട് വരുന്നാലോ? നമുക്ക് നേരെ ദും 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 ബാ. ഈ വീഡിയോയിൽ നമ്മൾ ഗായ്സ് മച്ചന്മാരെ അപ്പൊ നമ്മള് മലേഷ്യൻ ജോബ് എന്ന 3ാമത്തെ ചാപ്റ്റർ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. 15 വർഷത്തിന് ശേഷം നമ്മള് വലിയ മലേഷ്യൻ ജോബാട്ടോ. നമ്മള് സ്വിമ്മറാണ്. സ്വിമ്മിങ് ജാക്കറ്റ് ഒക്കെ ഇട്ട് നമ്മള് കടലിന്റെ ആഴങ്ങളിലൂടെ നീന്തി പോവുകയാണ്. ഫുള്ള് പുല്ലാണ് കേട്ടോ, കാട് പിടിച്ചിരിക്കണ് കടയിലൊക്കെ. നല്ല രസമുള്ള സ്ഥലം. ഫുള്ള് ഇവിടെ എന്തോ എടുക്കാണ്ടിട്ടോ ഗൈസ്. ഇതെന്താ മീനിന്റെ ശില്പാ. ആ മീനിന്റെ ശില്പം കിട്ടിയിട്ടുണ്ട് നമുക്ക്, ഗോൾഡ് കളറുള്ള. അവിടെ എന്തോ നീങ്ങി പോണത്, എന്തോ ഒരു തകര എന്തോ എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഷീറ്റ്. ഇവിടെ എന്തോ ഒരു ആക്സിഡന്റ് നടന്നിട്ട് ഇവിടെ മൊത്തം എന്താണ്, ഒരു ക്രെയിൻ എടുക്കുന്നുണ്ട് കൊറേ, ഒരു കണ്ടെയ്നർ എടുക്കുന്നുണ്ട് ഇവിടെ. അങ്ങനത്തെ മനസ്സിലായില്ല. അതൊന്ന് തുറന്നു നോക്കിയേക്കാം, അതാ നല്ലത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ തുറന്നാണ്. വളരെ ടൈറ്റാണ്. മനാഫ്രക്ക് തുറക്കാൻ ടെണിയ. മനാഫ്രക്ക് ഇപ്പൊ ചെറിച്ചാണ്. അതും തുറന്നിട്ടുണ്ട്. കണ്ടെയ്നർ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞെടുക്കുക. ഇതെന്തോ കുറച്ച് പെട്ടികൾ ഇവിടെ ഇരിക്കുന്നു കേട്ടോ. നമുക്ക് ഈ പെട്ടി ഒന്ന് ശരിയാക്കി വെക്കാൻ നോക്കണ്ടേ. ആ പെട്ടി ശരിയാക്കി വെച്ച് ബാക്കി. ഇവിടെ വേറെ പെട്ടി എടുക്കുന്നുണ്ട്, സീറ്റിന്റെ അടിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് പതുക്കെ എടുത്ത് നോക്കാം. മനാഫ അതാ പരമാവധി ശക്തി കളിച്ചെടുക്കാണ്, കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട്. അത് കിട്ടൂല അവിടെ ചാള. നമ്മള് ആരോടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ, അപ്പുറത്തുനിന്ന് ഒരു റിപ്ലൈയും തരുന്നുണ്ട്. ഇവിടെ ഉണ്ട് വേറെ പെട്ടി. പെട്ടി ഭയങ്കര വെയിറ്റ് ഉണ്ട്. സംഗതി കടുപ്പം കൂടി എന്തോ ആണ്. നല്ല സ്വർണ്ണം എന്തെങ്കിലും ആണോ? സ്വർണത്തിന്റെ ബിസ്ക്കറ്റ്. എന്താണ് ആ പണി? നമുക്ക് തോന്നുന്നു അവിടെ കൊണ്ടേക്കണ തോന്നുന്നുണ്ടാവും പെട്ടി. കൊണ്ടച്ചൂടെ വെയിറ്റ് ആട്ടോ. വെള്ളത്തിന്റെ അടിയിൽ കുറച്ചും കൂടി വെയിറ്റ് കൂടിയിട്ടുണ്ടോ. എന്നാലും ആ പെട്ടി അങ്ങനെ എടുക്കും, കണ്ടെയ്നറിന്റെ അടിയിലുള്ള. അങ്ങനെ എടുക്കേണ്ടിയെന്നൊരു വിദ്യ എനിക്ക്. മോളിൽ എന്തോ വരുന്നുണ്ട്. ആള് ലൈറ്റ് ഒക്കെ വെച്ച് മോളിൽ തോന്നുന്നു ഈ കണ്ടെയ്നർ പൊക്കി എടുക്കാനുള്ളതാവും. അതന്നെയാണ്. നമുക്കൊരു ഹുക്ക് തന്നിട്ടുണ്ട്. ഹുക്ക് അവിടെ കൊളത്തിടണം നമ്മള്. അതിന്റെ ഇടയിൽ കൂടി കയറണം. കയറി പതുക്കെ കയറിയാ മതി. നീ അതും കഴുത്തി കുടുങ്ങി ഡെഡ് ആക്കണ്ട. നമ്മൾ എടുത്തിട്ടുണ്ട്. അതും പതുക്കെ നമ്മൾ ഇതിന്റെ ഇടയിലോട്ട് ഇട്ടെടുക്കുന്നുണ്ടേ. അത് കുറച്ച് കുടിക്ക്. അങ്ങനെ തന്നെ വലിച്ചു കൊടുത്തിട്ടുണ്ടേ. നീ വലിച്ചോളൂ. ഈ സാധനം നമ്മൾ വലിക്കും തോന്നുന്നുണ്ട്. വലിക്കേ. വലിച്ചു തന്നു. എനിക്ക് തോന്നണേ ആ പെട്ടി എടുക്കാനോ, കണ്ടെയ്നറിന്റെ അടിയിലുള്ള ആ പെട്ടി. അതന്നെ സംഗതി അതന്നെ. അവിടെ നിർത്തി തന്നിട്ടുണ്ട് നമുക്ക് ആ കണ്ടെയ്നർ. പെട്ടി തന്നെ എടുക്കാം. പെട്ടിയാളാണ്ട് ഇതായിക്കുന്നു, ചപ്പി പോയിക്കണം ഉള്ളില് ടൈറ്റായിട്ട്. ഭയങ്കര വെയിറ്റും. ഇതിനുള്ളിൽ കൊണ്ടേ വെക്കാനാട്ടോ. അത് വെയിറ്റാണ്. കൊടുക്ക്.
ഇനി ഇതിൽ ടൈറ്റ് ആകണം. വലിച്ചു വലിച്ചു ടൈറ്റ് ആയിക്കൂടെ? അങ്ങനെ തന്നെ. ആ മുക്കാണ് നമ്മളെ മനാഫ്കാക്ക. നേരെ വൈക്കൂടെ ഒന്നും വേണ്ട, നമുക്ക് ആയിരേക്ക് തന്നെ പോകണം, എന്നാലും നമുക്ക് നടക്കുള്ളൂ. എന്നാ പോട്ടെ, ഒന്ന് പൊന്തിക്കാൻ പറയല്ലേ? പൊന്തിക്കല്ലേ? ഒന്നിച്ചൂടെ ഒന്നിച്ചൂടെ. ഞങ്ങാവട്ടെ. ഒന്നിച്ചൂടെ ഒന്നിച്ചൂടെ. പൊന്തിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളോട് ഇവിടെ ഇരിക്കാനാ പറഞ്ഞിരിക്കണേ. ഇരുന്നാ പിന്നെ നമ്മക്ക് എളുപ്പമായല്ലോ, അതിന്റെ മോൾക്ക് കേറാലോ. മറ്റത് അതിന്റെ വള്ളത്തിന്റെ മോള് കേറി പിന്നെ ഷിപ്പ് കേറി ഇതാവാൻ സുഖാണല്ലോ. ഓ കിട്ടില്ല വലിയ കപ്പലാണ്. ഒന്ന് രണ്ടും വേറെ എടുക്കണു. ഈ കപ്പൽ നമ്മക്ക് അടുപ്പിച്ചിരുന്നു. നമ്മളെ സ്വിമ്മിങ് ജാക്കറ്റൊക്കെ ഊരിയിടാണ്. ഒരു തവളക്കാൽ ഊരിയിട്ടിക്കണേ. ഇനി അടുത്ത തവളക്കാൽ ഊരിയിടാം. അത് ഊരിയിട്ട് നമ്മളെ പുറത്തെടുക്കണ ഓക്സിജൻ സിലിണ്ടർ അതും നമ്മൾ എടുത്തിട്ടിക്കണ്. വലിയ വെട്ടിയെടുത്തിട്ട് വളരെ വെയിറ്റാട്ടോ ഓക്സിജൻ സിലിണ്ടർ. മോളിനൊക്കെ ചാടിയിട്ട് മതി കണ്ട. നമുക്ക് മലയാളം സംസാരിക്കാണ്ട് പുറമൊരു സാധനം കിട്ടിയിരിക്കണം. നമുക്കൊരു കാക്കാനോട് സംസാരിക്കാണ്ട്. നമുക്ക് അവിടുന്ന് കിട്ടിയത് ഒരു കോയിനാണ്. പോട്ടെ എല്ലാരോടൊന്ന് ഇത് പറയണ്ടേ? ഇത് കിട്ടിക്കണം, അന്നത് കിട്ടിക്കണം, ഇന്നത് കിട്ടിക്കണന്നൊക്കെ. നമുക്ക് മനാഫ്കാക്ക് എവിടെ പോയാലും ഫുൾ ഫ്രണ്ട്സാണ്. ഫേമസ് ആണ്. കണ്ടെയ്നറൊക്കെ എന്താ അത് പൊട്ടി പോയി ആരെ തുരന്നെടുത്ത മാതിരി ഉണ്ട്. തുരന്നിക്കണ് ആണ്ട് കറക്റ്റ് തുരന്നെടുത്തായി. ആ വെട്ടി മുത്തിപ്പൊട്ടിക്കണം. അതിനാ നമ്മള് കഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മളോട് ഒത്തി പിടിക്കാൻ കുറവ് പറയിട്ട് കുത്തി പൊട്ടിക്കണം. അങ്ങനെ തന്നെ അങ്ങനെ സേനാണ് പെട്ട് തുറന്നേ. സ്വർണ്ണ തോന്നണ്ടേ അപ്പുറത്തുള്ള കാറ്റ് ചെറുക്കണ കണ്ടേ. സ്വർണ്ണ ബിസ്കറ്റ് പോയിട്ട് സ്വർണ്ണ പോലെ അതിനുള്ളു. ഓപ്പറാണ് ഓപ്പർ. പറയാൻ മറന്നുപോയി, ഈ വീഡിയോ എല്ലാവരും അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ലൈക്ക് ചെയ്യണം, മസ്റ്റാണ് ലൈക്ക്. അടുത്തുള്ള ആ മണി അതൊന്ന് ടിങ് ആക്കണം. ഓക്കെ, ഇന്ന് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഗായ്സ്, നമ്മുടെ മനാഫ്കാക്ക ഡ്രസ്സ് മാറ്റി റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. പച്ച ഡ്രസ് ഏത് ഡ്രസ് ഇട്ടാ ഭയങ്കര ലുക്ക. എന്താണ് വരെ പോനെ സമ്മതിക്കൂലേ കാക്ക? ഇതെന്തൊക്കെയാണ്? കുറെ മാപ്പും ബൂട്ടൊക്കെ ഉണ്ടല്ലോ അവരടുത്ത്. പോക്കറ്റിലേക്കാളാ, പതുക്കെ പോക്കറ്റിലേക്കാളാ, അല്ലെങ്കിൽ അവിടെ ഇട്ടാളാ. ആസിയാ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടാളാ, ഉള്ളിലിട്ടാളാ, നമുക്കൊന്ന് ആവശ്യ.
ഗായ്സ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട്. നോർമൽ ലൈഫ്. ചിലപ്പോ നോർമൽ ആയിട്ടുള്ള ലൈഫ് ആയിക്കാറ് കേട്ടോ. നമുക്ക് ഇടുന്നൊരു കുട്ടിത്തോക്ക് ഇട്ടിരുന്നു. കുട്ടിത്തോക്ക് തോക്ക് ഇട്ടാത്തോണ്ട് കുട്ടികളമാര് വീട് വെച്ച് കളിക്കുക. വെച്ചൂടെ വീട് വെച്ചൂടെ ഉണ്ടടക്കേ വേറെ എല്ലാം എടുത്തോ. ഇവിടേക്ക് ഉണ്ടടക്കേ. ഇതെന്തതിന്റെ മുകളിൽ വേണെന്താ വീട് വെച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. ഇതിലൂടെ ഒരു പാട്ട തോക്കി കെട്ടിച്ച് ഉണ്ടായിരുന്നു. ഉണ്ടാ തീർന്നേ കപ്പിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ ഉണ്ടന്നെ ഉള്ളു തോന്നുന്നുണ്ട്. ഉണ്ടേ നമ്മളാരോ അടിയിൽ നിന്ന് വിളിച്ചു കേട്ടാ. ഒരു സ്ത്രീയുടെ ശബ്ദം നമ്മൾ അടിയിൽ നിന്ന് കേട്ടു. ചിലപ്പം ഇവരുടെ ഭാര്യയായിരിക്കാൻ എന്ന് തോന്നുന്നു. ഇത് മോളത്തതാട്ടോ ബേസാണ്. നമുക്ക് അടിയിലോട്ട് ഇറങ്ങാം. അതൊക്കെ ഇറങ്ങട്ടോ. വികല വീണ പണിയാണ്. നേരത്തെ പണിയാണ്. സെറ്റപ്പ് ഉള്ള റൂമൊക്കെ കേട്ടോ. കിടില റൂം. കിടില അങ്ങനെ തന്നെ ഇറങ്ങി. നമ്മളെ വീടാട്ടാ. നമ്മള് വീട്ടിലും വാച്ചും കിട്ടി നടക്കും. നമ്മളെ വലിയ സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. നമ്മളെ ഭാര്യ ഫ്രിഡ്ജ് വർക്ക് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഉള്ള പരിപാടിയാണ്. വീട്ടിലെത്തിയാൽ ഫ്രിഡ്ജ് തുറന്ന് ഇങ്ങനെ തലട്ട് കഴിഞ്ഞു. ഫ്രിഡ്ജ് തുറന്നുകൊണ്ട് എല്ലാവർക്കും തോന്നുന്നു. നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തിന്നാണ്ടോ എന്ന് നോക്കുള്ളൂ. അങ്ങ് എടുക്കോ നീ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് കള്ളുനുപ്പിയൊക്കെ കഴിച്ചിക്കണ്. അതൊക്കെ എടുത്തുക്കണേ. ഭാര്യക്ക് കൊണ്ടെടുത്തോളാം. ഇവിടെ എന്തോ ഭാര്യ എന്തോ സലാഡ് അങ്ങനെ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഭാര്യ കൊണ്ടിറക്കാം. ഭാര്യ കാര്യപ്പെട്ട ജോലിയാണ് ഭാര്യ. നമ്മളാ പണി നേരം കമ്പ്യൂട്ടർ തുറന്നിരിക്കല്ലേ. ഇങ്ങോട്ട് ഫ്രൂട്ട് സലാഡാ തോന്നുന്നത്. ഇതെന്താ സ്റ്റേഷനാ ഇവിടെ എന്തോ തന്നൊരു ഗെയിം. കുടനേരി അതെന്തോ കുടനേരി ആപ്പിളൊക്കെ. ഇതിനുള്ളിൽ വേറെ ഗെയിമൊക്കെ. കിടിലേ കുടനേരി മോഷ്ടിക്കരുത്. കുറുക്കനിക്ക് അതിലെ ടൗസറൊക്കെ ഉണ്ട്. ആളെ ബാക്കിൽ വലിയ പന്ത് വരുന്നുണ്ട്. തേങ്ങ ഓടിക്കൂടി. ഇതെന്താ അടുപ്പിച്ചതൊക്കെ കുയ്യാള് വരുന്ന. കുയ്യാളും ഉണ്ട്. തേങ്ങ പോലത്തെ ഉണ്ടയുണ്ട്. കുറുനേരി കുയ്യാണ്. അതന്നെ തക്കാളിയൊക്കെ എടുത്തോടി. ഓടി 3 വട്ടാ ചാൻസ് ഉള്ളത്. ഓടിക്കൂടി ഒരു ചാൻസ് കഴിഞ്ഞ്. കുയ്യിലൊന്നും വെക്കല്ല. വെക്കല്ലട്ടാ. വെക്കല്ലേ. ചാടിക്കൂടി. ഇതെന്താണ് അയൽമ തോരിട്ടൊക്കെ ഇവിടെ ഇട്ടിക്കണേ. അവിടെ കുടുങ്ങൂല നമ്മള്. തേങ്ങ മേത്തക്കൂടി തേങ്ങല്ല എന്തോ പാർക്കല്ലൊക്കെ എന്തോ. തക്കാളി ഒന്നും എടുക്കണ്ട പോലെ ഇങ്ങോട്ട് വന്നില്ല. തക്കാളി എന്തോ അപ്പോൾ അങ്ങനെ എന്തോ ആണ്. അല്ലിക്കൂടി ബാക്കിലാ പാറ വരുന്നുണ്ട്. കുട്ടികളൊക്കെ കൊണ്ട് വല്ലാത്ത കഷ്ടാണ്. സ്റ്റക്കാവല്ല. ഇനി ഞാൻ വയ്ക്കാം. 2 ചാൻസ് നമ്മളെ ലെവൽ സ്കോർ കാണിക്കാണ് 6. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്ത് പാട്ട ഗെയിമാ. വീഡിയോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ.
കൊറേ വട്ടം ഞാൻ പറയണ്ടേ. ഓ ഗായ്സ്, ബാപ്പുട്ടി ചത്തിട്ടിയേ. അവിടെ ബാപ്പുട്ടിയേക്കാനെ പിന്നെയും കാണിക്കുന്നുണ്ട്. ഇതൊരു സംഗതി, ഇതെന്ത് മറിയമായത്. ജയിലാണ്, നമുക്ക് ജയിൽ തുറന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ 5ാമത് ചാപ്റ്റർ ഇവിടെ തുറന്നിട്ടുണ്ട്. ഹെക്ടർ ആൽക്കേസർ